അഖിൽ നൂർനാടിൻ്റെ വീഡിയോ ഒരു വട്ടമെങ്കിലും കണ്ടിട്ടുള്ളവരായിരിക്കും നമ്മളൊക്കെ. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കണ്ടന്റുകളുടെ ഒരു ബഹളമയമാണ് അഖിലിൻ്റെ വീഡിയോസൊക്കെയും. ഇൻസ്റ്റഗ്രാം റീൽസ്, യൂട്യൂബ് വീഡിയോസ്, ഇമോജ് വീഡിയോസ് എന്നിങ്ങനെ പല വീഡിയോസ് കൊണ്ടും പ്രേക്ഷകർക്ക് പ്രിയങ്കരൻ. ആലപ്പുഴ നൂർനാട് സ്വദേശിയാണ് അഖിൽ. താരത്തിൻ്റെ പുത്തൻ വിശേഷം അദ്ദേഹത്തിൻ്റെ വിവാഹം തന്നെയാണ്. മർച്ചൻ്റ് നേവിയിലെ ജോലിക്കാരനായിരുന്ന അഖിൽ വീഡിയോ ക്രിയേറ്റിംഗിലേക്ക് ഇറങ്ങുന്നതും പിന്നീട് പേരും പ്രശസ്തിയും കിട്ടുന്നതെല്ലാം തീർത്തും അപ്രതീക്ഷിതമാണ്. ടിക്ടോക്ക് കാലം മുതൽക്കേ പ്രേക്ഷകർക്കറിയുന്നതാണ് അഖിലിനെ. ഒറ്റയാൾ പോരാട്ടമായിരുന്നു തുടക്ക സമയത്ത്. പിന്നീട് കൂട്ടുകാരും അദ്ദേഹത്തിൻ്റെ ജീവിത സഖിയായ മേഘയും ഒപ്പമുണ്ട്. ഇപ്പോൾ വിവാഹശേഷം പ്രതികരിക്കുകയാണ് ഇരുവരും. പ്രണയവിവാഹമായിരുന്നില്ല എന്നാണ് അഖിൽ പറഞ്ഞത്. സന്തോഷമുണ്ട്, പ്രേക്ഷകരാണ് ഞങ്ങൾക്കെല്ലാം. വിശേഷങ്ങളെല്ലാം പിന്നെ പറയാം. ലവ് മാരേജ് അല്ല, വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണെന്നും അഖിൽ പ്രതികരിച്ചു. 2.5-3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വിവാഹം എന്നും വിവാഹശേഷമുള്ള പ്ലാനിംഗ് എല്ലാം പിന്നീട് അറിയിക്കും എന്നും അഖിലും മേഘയും പറഞ്ഞു. ചെറുപ്പം മുതൽക്കേ വീഡിയോ ക്രിയേറ്റിംഗ് ഇഷ്ടമുള്ള ആളാണ് താനെന്നും അങ്ങനെയാണ് മർച്ചൻ്റ് നേവിയിലെ ജോലി വിട്ട ശേഷം ഈ മേഖലയിലേക്ക് എത്തിയതെന്നും ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ് തുടക്കം. മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ടിക്ടോക്ക് ബാൻ ആകുന്നതും. ടിക്ടോക്ക് ബാനായപ്പോൾ എല്ലാവരെയും പോലെ ചെറിയ വിഷമമുണ്ടായ അഖിൽ പക്ഷേ തോറ്റുകൊടുക്കാൻ റെഡിയായിരുന്നില്ല. നിരവധി ഫോളോവേഴ്സ് അപ്പോൾ തന്നെ അഖിലിന് ഇൻസ്റ്റഗ്രാമിലുണ്ടായിരുന്നു. കോവിഡ് സമയത്ത് നാട്ടിൽ ലീവിന് വന്നതോടെ ഇൻസ്റ്റഗ്രാമിലേക്കും പിന്നാലെ യൂട്യൂബ് കണ്ടന്റ് വീഡിയോകളിലേക്കും അഖിൽ തിരിയുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആണ് അഖിലും മേഘയും. 2 വർഷത്തിന് മുമ്പായിരുന്നു അഖിലിൻ്റെയും മേഘയുടെയും വിവാഹ നിശ്ചയം നടന്നത്. ജനങ്ങളുടെ പിന്തുണയോടെയാണ് താൻ മുന്നോട്ട് പോകുന്നതെന്നും അവരുടെ സാന്നിധ്യത്തിൽ വിവാഹം കഴിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും അഖിൽ കൂട്ടിച്ചേർത്തു. ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ് അഖിൽ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയത്. പിന്നീട് ടിക്ടോക്ക് നിരോധിച്ചതോടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എത്തി. ഇതോടെ ആരാധകരും നിരവധിയായി.